ഇന്ന് നമ്മളൊരു പ്ലാന്റ് ഹണ്ടിങ്ങിന് പോവാണ്. ഒരു കാട്ടിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോകുന്ന വഴിയിൽ ഒരു തൊണ്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കിതേ നമ്മൾ ആദ്യം കണ്ട പ്ലാന്റ് ഇതാണ്. ഇത് മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ കാണുന്ന മഷിത്തണ്ടെന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ള ചെടിയില്ലേ, അതാണിത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്ലേറ്റൊക്കെ മായ്ക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ ഒരു ചെടിയാണിത്. പെപ്പറോമിയ ഫാമിലിയിൽ പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടിലൊന്നും ഇതാരും ഒരു ചെടിയായിട്ടൊന്നും വളർത്തുന്നൊന്നുമില്ല. പക്ഷേ പുറം രാജ്യത്തൊക്കെ പല വീടുകളിലും പല ആളുകളും ഈ പ്ലാന്റിനെ ഇൻഡോറിലൊക്കെ വളർത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്? അതിൻ്റെ ഒരു ഗ്രീൻ കളർ കണ്ടോ, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറൊക്കെയാണ്. അപ്പോൾ ഇത് ഇവിടെ കണ്ടോ, ഇവിടെ നിറയെ സിങ്കോണിയം പ്ലാന്റ് കയറി കിടക്കുന്നുണ്ട്. ഈ ഒരു കയ്യാലയിൽ നിറയെ സിങ്കോണിയം പ്ലാന്റ് ഉണ്ട്, സിങ്കോണിയത്തിൻ്റെ ആരോഹെഡ് പ്ലാന്റ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, മണ്ണിലോ നിലത്തൊക്കെയാണ് ഈ പ്ലാന്റ് കിടക്കുന്നതെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ വളർന്ന് പന്തലിച്ച് പോകുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ നമ്മളിത് പറിക്കുന്നൊന്നുമില്ല, നമ്മുടെ കയ്യിൽ സിങ്കോണിയത്തിൻ്റെ ഒരു 3-4 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നിറയെ ഇലമുളച്ചി എന്ന് പറയുന്ന ഒരു ചെടിയും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശം മുഴുവൻ ഈ ചെടിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെടിയും ഇതുപോലെ തന്നെയാണ്. മണ്ണിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം മുഴുവൻ ഇങ്ങനെ കാട് പിടിച്ച് വളരും. പിന്നെ നമ്മളത് പറിച്ച് കളയാനായിട്ട് കാശ് കൊടുത്ത് ആളെ നിർത്തേണ്ട ഒരു ഗതികേടാവും. എന്തായാലും ഇതിൻ്റെ ഒരു തണ്ടല്ല, ഇതിൻ്റെ തൈയാണ്. അപ്പോൾ ഇതിൻ്റെ 1-2 തൈ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. നമുക്കിത് ചട്ടിയിൽ വളർത്താലോ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഇലയിൽ നിന്നും പുതിയ പുതിയ ചെടികൾ മുളച്ചുണ്ടായി വരും. അതാണ് ഇലമുളച്ചി. അപ്പോൾ 2 തൈ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്ക്, ഇത് പെഡിലാന്തസ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ പെഡിലാന്തസിൻ്റെ 1-2 വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്, വെരിഗേറ്റഡ് ലീവ്സ് ഉണ്ട്. പക്ഷേ ഈ ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ലീവ്സ് മാത്രമുള്ള ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ 1-2 തണ്ടുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ മുഴുവൻ ക്യാറ്റസ് ആണ് കേട്ടോ, നമ്മുടെ കള്ളിമുൾച്ചെടി. ഈ ഒരു പ്രദേശം മുഴുവൻ അതിങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. ഈ വഴിയുടെ 2 സൈഡിലും കയ്യാലയുടെ മുകളിൽ ക്യാറ്റസ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ക്യാറ്റസിൻ്റെ 1-2 ചെടി ഉണ്ട്, പക്ഷേ ഞാൻ അവരെ അത്ര കെയർ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ക്യാറ്റസ് നടണം, അത് വളർത്തണം എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വലിയ ചെടിയാണ്, ഇതിൽ നിന്ന് എങ്ങനെ ഇത് പറിച്ചെടുക്കണമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, ചെറിയ ചെടി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ പറിക്കാമല്ലോ. അപ്പോൾ ഇത് ഇവിടെ നോക്ക്, ആകാശമുല്ല എന്ന് പറയുന്ന ഒരു ചെടിയാട്ടോ ഇത്. ഇതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ട്, ചുവന്ന പൂക്കൾ, ചെറിയ പൂക്കളാണ് കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ചെറിയ സാധനങ്ങളാണല്ലോ കാണാൻ ഭംഗിയുള്ളത്. അപ്പോൾ ഇത് പക്ഷെ നമുക്ക് പറിച്ചുകൊണ്ട് വീട്ടിൽ പോയിട്ട് കാര്യമില്ല, കാരണം ഇതിൻ്റെ തണ്ടല്ല നടുന്നത്, ഇതിൻ്റെ കായാണെന്ന് തോന്നുന്നു നടുന്നത്. അപ്പോൾ ഇതിൻ്റെ കായൊന്നും പറിക്കാനില്ല. പക്ഷെ ഇത് കാണുമ്പോൾ, ഇങ്ങനത്തെ ചെടികളൊക്കെ കാണുമ്പോൾ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ അതൊരു വിഷമം എനിക്ക്, അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ക്യാറ്റസിൻ്റെ പൂവുണ്ടായി നിൽക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ കള്ളിമുള്ളി ചെടിക്ക് പൂവുണ്ടാവുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കള്ളിമുള്ളി ചെടിക്ക് പൂവുണ്ടാവുന്നത്? ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചു തരാം കേട്ടോ. അപ്പോൾ ദേ നമുക്ക് ഇവിടുന്ന് ഒരു സാൻസെവേരിയ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. ദേ മക്കളെ, ഞാനിപ്പോൾ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം നിങ്ങൾ കണ്ടോ? ഇത് മുഴുവൻ കള്ളിമുള്ളി ചെടിയുടെ ഒരു കാട്ടിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇത് കണ്ടിട്ട് എനിക്ക് അതിശയമല്ല തോന്നുന്നത്, ശരിക്കും പറഞ്ഞാൽ പേടിയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഒരു പേടി അല്ലെങ്കിൽ ഒരു ഭീകരമായിട്ട് തോന്നില്ല. പക്ഷേ ഇത് നേരിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് കേട്ടോ. കാരണം നിറയെ ഇങ്ങനെ മതിയായ പൊക്കത്തിൽ ഈ കള്ളിമുൾച്ചെടി ഇവിടെ ഇങ്ങനെ നിൽക്കുക, ഒരു വല്ലാത്ത ഫീലാണിത്. അപ്പം നമുക്ക് ഇവിടുന്ന് ചെറിയ തണ്ടുകൾ കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ചെറുത് 2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കള്ളിമുൾച്ചെടി ഒക്കെ നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് വേരില്ലാത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അങ്ങനെ നട്ടാലും ഇത് പിടിക്കും. പക്ഷേ പറിച്ചെടുക്കുന്ന സമയത്ത് സൂക്ഷിക്കണം, കാരണം ഇതിൻ്റെ മുള്ള് കയ്യിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ല പോയിസണാണ്. അതുകൊണ്ട് നമ്മൾ ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രം ഇത് കട്ട് ചെയ്യുക. കൈകൊണ്ട് ഒരിക്കലും ഇത് പറിച്ചെടുക്കരുത്, കത്തിയോ കത്രികയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് പറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ എന്തായാലും ഒരു 3-4 തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്യാറ്റസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത്, ഒരു പരന്നിരിക്കുന്ന വെറൈറ്റി. ഇതും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൊണ്ടുപോയി നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്.
ഇവിടെ കുറേ കലേഡിയം പ്ലാന്റ്സ് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും നമ്മൾ പറിക്കുന്നില്ല. കലേഡിയത്തിൻ്റെ കുറേ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് പറിക്കണ്ട, നമുക്കിനി വേറെ ചെടികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് നോക്കി, ഇത് കണ്ടിട്ടൊരു ഫിലോഡെൻഡ്രോൺ പ്ലാന്റ് പോലെയാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് പറിച്ചുകൊണ്ട് പോവാം. ഒരു ചെടിയാണെന്ന് കണ്ടിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് പറിച്ചുകൊണ്ട് പോവാം ഇത്. അപ്പോൾ ഇവിടെ കുറേ സ്നേക്ക് പ്ലാന്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. നിറയെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. നമുക്ക് അതിൽ നിന്ന് കുറച്ച് പ്ലാന്റ് പറിച്ചുകൊണ്ടുപോകാം. നല്ല വിലയുള്ള പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ്. അതുപോലെ തന്നെ നല്ല എയർ പ്യൂരിഫൈങ് പ്ലാന്റും കൂടിയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് പറിക്കാണ്ട് പോയി കഴിഞ്ഞാൽ മോശമല്ലേ. ഇതെൻ്റെ കയ്യിലുണ്ട് കുറച്ച് കാര്യം. എന്നാലും ഞാനിതിൽ നിന്ന് കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് കാര്യം പാറപ്പുറത്താണ് നിൽക്കുന്നതെങ്കിലും നല്ല ബലത്തിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ വേര്. എന്നാലും ഇതിൻ്റെ കുറച്ച് ചെടികൾ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്നേക്ക് പ്ലാന്റ് നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ്. അങ്ങനെ നമുക്ക് സ്നേക്ക് പ്ലാന്റ് നമ്മുടെ ഇന്നത്തെ പ്ലാന്റ് ഹണ്ടിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ഫേണാണ് കേട്ടോ. അപ്പോൾ ഇത് എന്ത് ഫേണാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണല്ലോ. ഇതിൻ്റെ ആ ഒരു ഗ്രീൻ കളർ എന്തൊരു അട്രാക്റ്റീവാണ് ഈ കളറ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം പറിച്ചാലോ. ഞാൻ പറിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഇത് ഫ്ലോപ്പായിപ്പോയി, കിട്ടിയില്ല, അത് ചീറ്റിപ്പോയി. അത് നമുക്ക് സാരല്ല, ഇനിയത്തെ പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ പ്ലാന്റ് ഹണ്ടിങ് ഏതായാലും നമ്മൾ തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കിട്ടിയ ചെടികളെല്ലാം കൂടെ ഒരു ചാക്കിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോകുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കവറുകളൊക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചെടിയെല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവരാനായിട്ട്. അപ്പം നമ്മളിനി ഇവിടെ നിന്ന് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് ചെടികളെല്ലാം നട്ട് വെക്കണം. അപ്പോൾ പാക്കപ്പ്. പ്ലാന്റ് ഹണ്ടിങ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ അന്ന് തന്നെ എല്ലാ ചെടികളും ചട്ടിയിലേക്ക് മാറ്റി നട്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഹണ്ട് ചെയ്ത് കൊണ്ടുവരുന്ന ചെടികൾ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും തരുന്ന ചെടികൾ അന്ന് തന്നെ നടാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പം അന്ന് തന്നെ നട്ടില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നീട് എപ്പോഴെങ്കിലും മണ്ണിലേക്ക് ചട്ടിയിലേക്ക് മാറ്റി നട്ടാൽ മതി. അപ്പോൾ ഞാൻ പോട്ട് ചെയ്യുന്ന വീഡിയോ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ ഓൾറെഡി അത് നമ്മൾ പ്ലാന്റ് ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ്, ഒരു സന്ധ്യ ആയപ്പോഴാണ് ഞാനത് നട്ടുവെച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ നട്ടുവെച്ച ചെടികൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ സാൻസവേരിയ പ്ലാന്റ്. അപ്പോൾ ഇത് ഞാനൊരു സാധാരണ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ ചെടികൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോട്ടുണ്ടല്ലോ, ആ ഒരു പോട്ടിലാണ് ഞാനിതിന് നട്ടുവെച്ചിട്ടുള്ളത്. നമ്മുടെ സാൻസവേരിയ പ്ലാന്റ്, അതായത് ഗ്രീനും യെല്ലോ ബോർഡറായിട്ട് വരുന്ന, ഗ്രീൻ ലീഫിൽ യെല്ലോ ബോർഡറായിട്ട് വരുന്ന സ്നേക്ക് പ്ലാന്റ്. ഈ ഒരു പ്ലാന്റ് നമ്മൾ ഹണ്ട് ചെയ്തത് അത് ഈ ഒരു ചെറിയ പോട്ടിൽ ഞാൻ നട്ടുവെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇൻഡോറിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു ഇൻഡോർ പോട്ടിലേക്ക് ഈ ചട്ടി മാറ്റി വെച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ക്യാറ്റസ് ഞാൻ ഇതൊരു ടെറാക്കോട്ടയുടെ ഒരു ചട്ടിയാണ്. അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് ഞാൻ ക്യാറ്റസ് നട്ടുവെച്ചത്. നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പെബിൾസ് ഒക്കെ ഇട്ട് ഒന്ന് അറേഞ്ച് ചെയ്തും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു എന്താ പറയുക, ഒരു ക്യാറ്റസ് ഗാർഡൻ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗാർഡൻ ഉണ്ടാക്കുന്നത് വരെ ഇത് ഈ ഒരു ചട്ടിയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇവർ നിൽക്കുന്നുണ്ട്. ഇത് ചെറിയ ചട്ടിയിലാണ് നമ്മൾ ഈ ക്യാറ്റസ് ഒക്കെ നടുന്നതെങ്കിൽ അവർ ചെറുതായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ നമ്മൾ മണ്ണിൽ കൊണ്ടുവന്നിട്ട് ഈ ക്യാറ്റസ് നട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്നലെ ഹണ്ട് ചെയ്ത സമയത്ത് കണ്ടല്ലോ, കാട് പോലെ വനം പോലെ ക്യാറ്റസ് നിൽക്കുന്നത് കണ്ടല്ലോ, കള്ളിമുൾച്ചെടി. അപ്പോൾ അതേപോലെ വളർന്ന് ഒരു പ്രദേശം മുഴുവൻ വളർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചട്ടിയിൽ നട്ട് വയ്ക്കുകയായിരിക്കും നല്ലത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന, കോമൺ ആയിട്ട് കാണുന്ന ക്യാറ്റസ് ആണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് നമ്മൾ ഹണ്ട് ചെയ്തുകൊണ്ട് വന്നത് ഞാനിവിടെ ജനലിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതിന് വെളിച്ചമൊന്നും ആവശ്യമുള്ള ചെടിയല്ല, പക്ഷെ ഞാനിത് വെക്കാൻ ഇവിടെയാണ് സ്ഥലം കിട്ടിയത്, അതുകൊണ്ട് ഇവിടെ വെച്ചെന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇത് കണ്ടോ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പോട്ടിലാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഒരു എന്താ പറയുക, മേളിലേക്ക് പൊങ്ങി കുറച്ച് ഹൈറ്റ് വയ്ക്കുന്ന ഒരു ചെടി ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചട്ടിയിൽ നിൽക്കുമ്പോൾ ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ ഈ ഒരു ചട്ടിയിൽ നട്ടതാണ്. നല്ല ഭംഗിയായിട്ട് ഇവർ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊരു ട്രേ ഒക്കെ ഉള്ള ഒരു ചട്ടിയാണ്. അപ്പം ഇതാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. പിന്നെ നമ്മൾ 2 പ്ലാന്റും കൂടെ ഉണ്ട്. അത് ഞാൻ ടെറസിലാണ് വെച്ചിട്ടുള്ളത്. അതും കൂടെ കാണിച്ചു തരാം. ഇത് നമ്മൾ പെഡിലാന്തസ് എന്നാണ് നമ്മൾ സാധാരണ ഈ പ്ലാന്റിന് പറയുന്നത്. പക്ഷെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ യൂഫോബിയ എന്നാണ് കണ്ടത്. അപ്പോൾ ഇത് നമ്മൾ തണ്ടാണ് കട്ട് ചെയ്തുകൊണ്ട് വന്നത്. അതുകൊണ്ട് ഞാനൊരു ബോട്ടിലിൽ
വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 4 തണ്ടുണ്ട്. 4 തണ്ടും ബോട്ടിലിൽ ഞാൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് വേര് വന്നതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് ചട്ടിയിലേക്ക് മാറ്റി നടാം. യൂഫോബിയ എന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. പക്ഷെ ഞാനിത് പെഡിലാന്തസ് പ്ലാന്റ് ആണെന്നാണ് വിചാരിച്ചത്. പിന്നെ അടുത്തത് ഇത് ഞാനൊരു ചെറിയൊരു ചട്ടിയിലാണ് നട്ട് വെച്ചത്. ഈ പ്ലാന്റിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. നമ്മളിത് പറിച്ചപ്പോൾ എനിക്കിത് ഒരു ഫിലോഡെൻഡ്രൻ പ്ലാന്റ് പോലെയൊക്കെ തോന്നി. ഇപ്പോൾ സിങ്കോണിയം പ്ലാന്റിൻ്റെ പോലത്തെ ഒരു ഷേപ്പ് ഉണ്ട് ഇത് ഇലയ്ക്ക്. അതുപോലെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഫിലോഡെൻഡ്രൻ ആറ്റം എന്ന് കണ്ടിരുന്നു. പിന്നെ വേറെ എന്തോ ഒരു പേരും കൂടി കണ്ടിരുന്നു. പിന്നെ സിങ്കോണിയം എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇതൊന്ന് വളർന്ന് വരട്ടെ. അപ്പോൾ കുറച്ച് വലുതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുമല്ലോ. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ വാടിത്തളർന്നാണ് നിൽക്കുന്നത്. എന്നാലും സാരമില്ല, പിടിച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്ക്. അടുത്തത് നമ്മുടെ ഇലമുളച്ചി എന്ന് നമ്മളൊക്കെ നാട്ടിൽ കോമൺ ആയിട്ട് വിളിക്കുന്ന ഈ ഒരു ചെടിയാണ്. അപ്പോൾ ഇത് ചട്ടിയിൽ നട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ. നിലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായി മാറും. ഇത് കലാഞ്ചിയോ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിന് പൂക്കൾ ഇതിലുണ്ടാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും പ്ലാന്റാണ് നമ്മൾ ഇന്നലെ ഹണ്ട് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ പ്ലാന്റ്സ് എല്ലാവരും ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി വരുന്ന ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ വരുന്ന ഇനിയുള്ള വീഡിയോസിൽ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.